ഒന്ന്, ഈ പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അതിന് ഇന്ത്യൻ ആർമി അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തി. അവരെ സഹായിച്ചുകൊണ്ട് മറ്റ് ഫോഴ്സുകളും മറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും റെസ്ക്യൂ പ്രവർത്തനത്തിലിറങ്ങിയ പ്രവർത്തകരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നു. അതുകൊണ്ട് സമയബന്ധിതമായി ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാനായി എല്ലാ നിലയിലും എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാനായത്. ഇനി ഇതിൻ്റെ ഭാഗമായി ഈ ദുരന്തം വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായി ഒരു ആശ്വാസമാണ് ഈ പാലം പൂർത്തീകരിച്ചത്. മറ്റു പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനും മറ്റു സഹായിക്കുന്ന നിലയിലേക്ക് ഇത് മാറും. ഇനി നമ്മുടെ മുമ്പിൽ ഇനിയും ഒട്ടേറെ കടമ്പകളുണ്ട്. ഒന്ന്, പല പ്രിയപ്പെട്ടവരുടെയും മൃതദേഹം കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്നവരുടെ വല്ലാത്തൊരവസ്ഥയുണ്ട്, മാനസികമായിട്ടുള്ള വല്ലാത്ത അവസ്ഥ. അവരുടെ വീട്ടിലുള്ള പലരെയും നഷ്ടപ്പെട്ടിരിക്കുന്നൊരു ഘട്ടമാണ്. അതുപോലെ തന്നെ ആശുപത്രിയിലുള്ളവർ. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള കടമ്പകൾ. പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്യാമ്പിൽ കഴിയുന്നവർ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതും ഒരു പ്രധാന പ്രശ്നമാണ്. അവരുടെ ആരോഗ്യസ്ഥിതി ഒരു പ്രധാന പ്രശ്നമാണ്, പ്രത്യേകിച്ച് മാനസികാരോഗ്യം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ചില നിലപാടുകൾ കൈക്കൊള്ളണം. ഇതിൻ്റെ ഭാഗമായി ഇന്ന് 7:30 മണിക്ക് ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ 4 പേരും മറ്റെല്ലാ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും കൂടി ഇന്ന് കൽപ്പറ്റയിൽ വൈകിട്ട് 7:30ക്ക് കളക്ടറേറ്റിൽ ഇരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ചർച്ച ചെയ്യും.